ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പം രാവിലെ തന്നെ ഞാൻ എൻ്റെ ആ തെങ്ങ് കാണിച്ചില്ലേ, അതിൽ നിന്ന് പറിച്ച തേങ്ങയാണ്. തോട്ടി കെട്ടിയിട്ട് കയറിട്ട് പറിച്ചാണ്. അപ്പം അന്ന് തേങ്ങയുടെ ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒത്തിരിയില്ല, ഒരു തെങ്ങ് കയറാനാണ്. അപ്പം അത് കയറാൻ ആ സമയത്ത് അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി, ഇന്ന് എൻ്റെ അനിയത്തിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിറന്നാളാണ്, 4ാം പിറന്നാളാണ്. അപ്പം ഇന്ന് സേമിയ കൊണ്ടുള്ള പായസം വെക്കാൻ എനിക്ക് തൽക്കാലം പറ്റൂല. അതുകൊണ്ട് ഞാൻ നമ്മളെ പച്ചരി കൊണ്ടുള്ള പായസം, ഇപ്പോൾ പച്ചരി കൊണ്ടുള്ള പായസം അമ്മയ്ക്ക് വെക്കാനറിയാം. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വേറെ തിരക്കൊക്കെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയല്ല, ഞാനാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നമുക്ക് പാലെടുക്കാനുള്ള തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോട്ടിയായിട്ട് പറിച്ചാണ് രാവിലെ. ഉണ്ടോ, ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് ഇത്രയേ ഉണ്ടാവുള്ളൂ തേങ്ങയായിട്ട് കിട്ടുമ്പോൾ. പിന്നെ വലുതും ഉണ്ട് കേട്ടോ, 1-2 വലുതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്കിയിട്ട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും, കാരണം നമുക്ക് പച്ചരി പായസം വെക്കുന്നതോടെ കാണിക്കണം. വലിയ ഇതൊന്നും അല്ല കേട്ടോ, ഒരു 1-1.5 ഗ്ലാസ് 2 ഗ്ലാസ് അരിയുടെ പായസം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് നമുക്ക് തേങ്ങാപ്പാലല്ലേ വേണ്ടത്. അപ്പോൾ ഞാനത് തേങ്ങാപ്പാൽ എടുക്കുന്നതും കൂടെ കാണിക്കാം, പിന്നെ വെക്കുന്നത് ഞാൻ ചെറിയതും കൂടെ കാണിക്കാം, ചെറിയ രീതിയിൽ. അപ്പം പറഞ്ഞുകൊണ്ട് നമുക്ക് ലെങ്ത്ത് കൂടും. അപ്പോൾ എന്തായാലും ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ നോക്കാം പച്ചരി പായസം എങ്ങനെയാണ്. നമ്മളെ പച്ചരിയാണ് ഇത്, 2 നാഴി താഴെ കേട്ടോ, 2 നാഴി മൊത്തമൊന്നുമില്ല, നന്നായിട്ട് ഇനി കഴുകിയെടുക്കാം. ഇത് പൊലിഞ്ഞ് വരും കേട്ടോ, കുറച്ചുണ്ടായാലും പൊലിഞ്ഞ് വരും. ഇപ്പോൾ ഞാനത് ഇടാം. നമ്മുടെ പച്ചരി വേകാൻ വേണ്ടി ഇടുവാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലും, വെല്ലത്തിലല്ല കേട്ടോ, ഇത് നമ്മൾ പഞ്ചസാര ഇട്ടാണ്. ഇതിപ്പം വെല്ലം ഇല്ലാത്തതുകൊണ്ടേ പഞ്ചസാരയാണ് വെക്കുന്നത്. ഉണ്ടോ, ഇത്രയും ചെറിയ തേങ്ങകളാണ് കിട്ടിയത്. ഇതിപ്പോൾ ആവശ്യത്തിന് നമുക്ക് ചുരണ്ടിയെടുത്താൽ മതി പാലെടുക്കാനുള്ളത്. അപ്പോൾ അത് മാത്രം നമുക്ക് ചിരവി എടുക്കാം. കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കട്ടാക്കിയിട്ട് പൂച്ച വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പായസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് തേങ്ങാപ്പാൽ എടുക്കൽ. അതിന് കുറച്ച് ബലമൊക്കെ വേണം. കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമുക്ക് വേണം. കട്ടിപ്പാൽ വണ്ടിയില്ല, പാല് പിടിയുന്ന ഒരു 2ാം പാൽ 1ാം പാൽ എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളുണ്ട്, പിന്നെ അരിപ്പമുണ്ട്. അപ്പോൾ എന്തായാലും പാൽ ഇത് എടുക്കട്ടെ ഞാൻ. നമ്മുടെ ഇതിപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് നമ്മുടെ പച്ചരി വെന്താണ്. കുറച്ച് വെന്ത പച്ചരിയിലേക്ക് 2ാം പാൽ ചേർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വെല്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം. പിന്നെ ഏലക്ക പൊടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് പഞ്ചസാരയിൽ. അപ്പോൾ അതിനുള്ള മധുരമായി വരണം ആവശ്യത്തിനുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ, മിക്സ് ചെയ്യണം. ലാസ്റ്റാണ് നമുക്ക് 1ാം പാൽ ഒഴിക്കേണ്ടത്. ഇതൊക്കെ ഒന്ന് പിടിച്ച് വരണം. നമ്മൾ വെല്ലമല്ലല്ലോ, കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നും കുറുകിയാകുമ്പോൾ നമുക്ക് 2ാം പാൽ ചേർത്തിട്ട് 1ാം പാൽ ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമുക്ക് വറുത്തിടാം നെയ്ക്കകത്ത്. പിന്നെ ഇത് വേറൊരു സംഭവം കൂടെ ഉണ്ട്, നമ്മൾ പഞ്ചസാര മെൽറ്റാക്കി ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. ഞാൻ കാണിച്ചു തരാം. കുറുകി നമുക്ക് തലപ്പാൽ ഒഴിക്കാം, കുറുകിയ പാല്. ഉണ്ടോ, ഒരു 2 നാഴി താഴെ ഇട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും പായസം കിട്ടി. ഇനിയിപ്പോൾ നമുക്കെല്ലാം കൂടെ വറുത്തിടാം. അങ്ങനെ എല്ലാം വറുത്ത് കൂട്ടി നമ്മുടെ അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഇത് ഇനിയും കുറുകും കേട്ടോ, ഇരുന്നിരുന്ന് കുറുകും. അപ്പോൾ നമുക്കിന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മളുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിന് നമ്മൾ വെല്ലം ചേർക്കാത്തതുകൊണ്ടാണ് കളറൊന്നും ഇല്ലാത്തത്. പിന്നെ ഞാൻ പഞ്ചസാര മെൽറ്റാക്കി ഇതിനകത്ത് ഇട്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇതിനകത്തായിട്ടില്ല. പക്ഷേ ടേസ്റ്റിന് ഇതൊന്നുമില്ല. ടേസ്റ്റ് നമ്മൾ നല്ല ഇത് തന്നെ, പച്ചരി പായസം, പച്ചരിയാണ് കേട്ടോ. ഉണ്ടോ, ഇതുപോലെ തന്നെ കുറുകി ഇതായിട്ട് വരും നമ്മൾ ഇരുന്നിരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പം തന്നെ ഒത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോയ്ക്ക്, നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പം പിറന്നാൾ നമ്മൾ സേമിയാണ് സാധാരണ വെക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചരി വെച്ചുകൊണ്ട് അവളുടെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചു ചെറിയ തോതിൽ. അപ്പം എല്ലാവർക്കും ബൈ പറയാണ്. ഇതാണ് നമ്മുടെ അരിപ്പായസം. ബൈ.